നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വേനൽ ചൂട് കടുത്തതോടെ മീനുകൾക്ക് രോഗബാധ കൂടുന്നു. ചില മത്സ്യഫാമുകളിൽ മീനുകൾ ചത്തൊടുങ്ങുന്നുമുണ്ട്. അതേസമയം മുൻപരിചയമുള്ള മത്സ്യ കർഷകർ ചൂട് തുടങ്ങുന്നതിന് മുൻപേ ഹാച്ചറികളിലെ മത്സ്യക്കുഞ്ഞുങ്ങളുടെ ഉൽപാദനം നിർത്തി. വേനൽ കടുത്തതോടെ ചൂട് കുറഞ്ഞ ഇടങ്ങൾ തേടി പലായനത്തിലാണ് മീനുകൾ. ജലോപരിതലത്തിലെ ചൂട് സാധാരണ 25-27 ഡിഗ്രി സെൽഷ്യസ് ആണ്. പകൽ നേരത്ത് 30-31 വരെ ഉയരും. താപനില ഉയരുമ്പോൾ ജലത്തിലെ ദ്രവ ഓക്സിജന്റെ അളവ് കാര്യമായി കുറയും. ശരീര ഊഷ്മാവ് ക്രമീകരിക്കാൻ സാധിക്കാത്ത ജീവിവർഗത്തിൽപ്പെടുന്നതാണ് മീനുകൾ. കൂടുന്ന ചൂട് മീനുകളുടെ ശാരീരിക പ്രവർത്തനത്തെ തകരാറിലാക്കും. ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടും. ഇതിനായി കൂടുതൽ ഓക്സിജൻ വേണ്ടിവരും. ആവശ്യത്തിന് ശ്വാസവായു കിട്ടാതെ വരുന്നതോടെ മീനുകൾ കടുത്ത സമ്മർദ്ദത്തിലാവും. തീറ്റ കഴിക്കുന്നത് കുറയും. ജലത്തിലെ അമോണിയ കൂടുന്നതിനാൽ വളർച്ചയും മന്ദഗതിയിലാകും. ഉയർന്ന താപനിലയിൽ രോഗകാരികളായ ബാക്ടീരിയകൾ പെരുകുന്നതോടെ മീനുകളെ രോഗങ്ങൾ പിടികൂടും. കൂടു മത്സ്യകൃഷിയിൽ അടിത്തട്ടിലെ വെള്ളം മുകളിലേക്ക് പൈപ്പിൽ പമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ. ഇതുകൊണ്ട് ഒരു പരിധിവരെ ആശ്വാസം കിട്ടും. സാധാരണയായി 10 മുതൽ 15 വരെയുള്ള PPT ഇപ്പോൾ 30 ആണ്. കരിമീനിന് ഇത് പ്രശ്നമാണ്. അഷ്ടമുടി കായലിൽ വയലിൽ ഹാച്ചറീസ് ആൻഡ് ഫാംസ് നടത്തുന്ന കിരൺ ബാലകൃഷ്ണൻ പറഞ്ഞു. കാലാവസ്ഥയുടെ മാറ്റം അതിവേഗത്തിലാണ്. പ്രതികൂല കാലാവസ്ഥയിൽ ഹാച്ചറികൾ പ്രവർത്തനം നിർത്തുകയാണ് പതിവ്. പെരുമ്പാവൂരിൽ അക്വാറ ഫിഷ് ഫാം നടത്തുന്ന അരുൺ പോൾ പറയുന്നു. വെള്ളത്തിന് ചൂട് കൂടുമ്പോൾ മീനുകൾക്ക് താഴേക്ക് പോകാൻ ഇടമില്ലാതായിരിക്കുന്നുവെന്നതാണ് പുതിയ പ്രശ്നം. കായലുകളിലും നദികളിലുമെല്ലാം മണ്ണ് അടിഞ്ഞുകൂടി ആഴം കുറയുന്നു. മുൻപ് 2 മീറ്റർ ശരാശരി ആഴമുണ്ടായിരുന്നിടത്ത് 1/2 മീറ്ററൊക്കെ ഇപ്പോൾ ഉള്ളൂ. കുസാറ്റിലെ സെന്റർ ഫോർ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് പ്രൊഫസർ ഡോക്ടർ IS ബ്രൈറ്റ് സിംഗ് പറഞ്ഞു.